പനങ്കൽക്കണ്ടവും പനഞ്ചക്കര അഥവാ കരിപ്പെട്ടി ചക്കരയും പനയിൽ നിന്നാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കേവർക്കും അറിയാമല്ലോ. നിരവധി മിനറൽസിൻ്റെയും വിറ്റാമിനുകളുടെയും കാൽസ്യത്തിൻ്റെയും കലവറയായ പനങ്കൽക്കണ്ടത്തിൽ അയൺ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിങ്ക്, മാംഗനീസ് എന്നീ മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പണ്ട് ചെറിയ കുട്ടികൾക്കും ഗർഭിണികൾക്കും പതിവായി കൊടുത്തുകൊണ്ടിരുന്ന ഈ പനങ്കൽക്കണ്ടം എങ്ങനെ നിർമ്മിക്കുന്നു എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യമായി പനയിൽ നിന്നും പതിന എടുക്കുന്നു. പതിന എന്നാൽ പനയിൽ നിന്നും കിട്ടുന്ന നീര് ആണ്. ഈ പതിനയിൽ ഫെർമെൻറ്റേഷൻ സംഭവിച്ചാണ് പനങ്കള്ള് ഉണ്ടാകുന്നത്. പനയിൽ നിന്നും കിട്ടുന്ന നീര് ആയ പതിന കള്ള് ആവാതിരിക്കാനായി പതിന എടുക്കുന്ന കുടത്തിൽ നിറച്ച ചുണ്ണാമ്പ് വെച്ച് തേക്കും. ഈ ചുണ്ണാമ്പ് തേച്ച കുടത്തിലാണ് പതിന എടുക്കുന്നത്. അങ്ങനെ എടുത്ത പതിന പനങ്കൽക്കണ്ടം ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് പതിന ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുന്നു. പതിനയിൽ പെട്ടിരിക്കുന്ന ഈച്ചയും പ്രാണിയും എല്ലാം ഇങ്ങനെ അരിച്ചു മാറ്റപ്പെടുന്നു. തുടർന്ന് ഈ പതിന വലിയ ഒരു അണ്ടാവിലിട്ട് തിളപ്പിക്കുന്നു. ഒന്ന് തിളച്ചതിന് ശേഷം ഈ പതിന ഒന്ന് അരിച്ചെടുത്താൽ പതിനയിലുള്ള ചുണ്ണാമ്പെല്ലാം വേർതിരിക്കാനാവും. തുടർന്ന് വീണ്ടും പതിന തിളപ്പിക്കുന്നു. 200 ഡിഗ്രി സെൽഷ്യസ് തിളപ്പിച്ച് പതിന കുറുകിയ പരിമമാവുമ്പോൾ അത് എടുത്ത് ഒരു കുടത്തിൻ്റെ നടുവിൽ ഒരു ഓലയും വച്ച് അതിലേക്ക് ഒഴിച്ചു വയ്ക്കുന്നു. ഇങ്ങനെ ഒഴിച്ചു വച്ച കുടം 40 ദിവസത്തേക്ക് കാറ്റ് തട്ടാതെ അനക്കാതെ വയ്ക്കും. 40 ദിവസത്തിന് ശേഷം എടുക്കുമ്പോൾ ഓലയ്ക്ക് ചുറ്റും പനങ്കൽക്കണ്ടം പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാം. ഇതേപോലെ തന്നെ വെട്ടിത്തിളപ്പിച്ച് കുറുക്ക് പരുവമാക്കിയ പനയുടെ നീര് അച്ചുകളിലേക്ക് ഒഴിച്ചു വെച്ചാൽ നമുക്ക് കരിപ്പെട്ടി ചക്കരയും ഉണ്ടാക്കാം. ഇങ്ങനെ നിർമ്മിക്കുന്ന പനങ്കൽക്കണ്ടയും കരിപ്പെട്ടി ചക്കരയും നിരവധി ആരോഗ്യ ഉപയോഗങ്ങൾ ഉള്ളതാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവായ പനങ്കൽക്കണ്ടം ഷുഗർ രോഗികൾക്ക് ഉപയോഗിക്കാനാകും. നല്ല ദഹനത്തിനും നാഡീവ്യൂഹങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിനും വളരെയധികം ഉപകാരപ്പെടുന്ന പനങ്കൽക്കണ്ടത്തിൽ നിരവധി ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിരിക്കുന്നു. ഇനിയും ഇത്തരം അറിവ് നൽകുന്ന വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഫാക്ട്സ് ബിഹൈൻഡ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.